ക്ലാസ്സിലെ മാത്സിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. സോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റേഴ്സ്. 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന അല്ലേ, ആരം വരുന്ന ഒരു സർക്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ, കണ്ടല്ലോ. Then one of the angles of the triangle is 40 degree. Then ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈ ഷെയ്ഡഡ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ അത് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഇത് എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? സോ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന മൊത്തത്തിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. ദെൻ അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് എത്രയാ, 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ, എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെങ്ങനെ എഴുതാം, ഈ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം, 14 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതാം അല്ലേ. എന്താ 360ൻ്റെ 40 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എത്ര ഭാഗമാക്കിയിട്ട് എങ്ങനെ എഴുതുന്നത്, ഈ 40 ഡിവൈഡഡ് ബൈ 360നെ നമ്മൾ ചെറുതാക്കി നോക്കാം അല്ലേ. ഫസ്റ്റ് രണ്ടിലും വരുന്ന സീറോസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എത്രയുള്ളത്, 4 ഡിവൈഡഡ് ബൈ 36 ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഷോർട്ടാക്കാം, 4 ഡിവൈഡ് ബൈ 36നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 ഡിവൈഡഡ് ബൈ 9 ആക്കി എഴുതാൻ പറ്റൂലേ. സോ ഇവിടെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, 1/9 ഓഫ് ദി സർക്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ബി വരുന്നത് മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ അല്ലേ, ഈ ഒരു ത്രികോണത്തിൻ്റെ ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. എത്രയായിരിക്കും അളവെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു ആംഗിൾ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ദെൻ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാലേ ഒരു ട്രയാങ്കിളിനകത്ത് വരുന്ന 3 കോണുകളുടെ ടോട്ടൽ എത്രയായിരിക്കും വരിക, ടോട്ടൽ സം വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. 2 ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാണ്ട് അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ 40 തന്നിട്ടുണ്ട്. സോ നമുക്ക് 180ൽ നിന്ന് 40 മൈനസ് ചെയ്ത് നോക്കാം, എത്ര വരും, 140 ഡിഗ്രിയാണ് വരും അല്ലേ. അപ്പോൾ താഴെയുള്ള 2 ആംഗിൾസിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 140 ആണ്. ദെൻ ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഈ കണ്ടുപിടിക്കാനുള്ള 2 ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, 140നെ 2 ഡിവൈഡ് ചെയ്യുക, എത്ര വരും, ഒന്ന് 70 ഡിഗ്രി വരും, മറ്റതും 70 ഡിഗ്രി വരും അല്ലേ. ദെൻ സി ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദീസ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ പറയുന്നത് നമുക്ക് അറിയാലേ, 40 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. സോ ആ രീതിയിൽ 40 ഡിഗ്രി ആംഗിൾ വരുന്ന എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം, 360 ടോട്ടൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 360നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര ആൻസർ വരിക, യെസ് 9 വരും അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 9 ട്രയാങ്കിൾസ് ഇവിടെ വരയ്ക്കാം. ഡി ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദി ട്രയാങ്കിൾ ഇൻസൈഡ് ദി സർക്കിൾ. ഈ സർക്കിളിനകത്തുള്ള ആ ഒരു ട്രയാങ്കിളിലെ അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് വരുന്നത് വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഈ തന്നിരിക്കുന്ന ആ ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത് അല്ലേ. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ മട്ടക്കോൺ അല്ലേ. റൈറ്റ് ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ അങ്ങനെ ഒരു കോണ് വരുന്നുണ്ടോ, ഇല്ല അല്ലേ. സോ അതെന്താ, തെറ്റാണ്. ദെൻ സെക്കൻഡ് വരുന്നത് ദ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ, കറക്റ്റ് ആണ് അല്ലേ. ഈ സൈഡും എന്താണ്, ഈക്വൽ ആണ്. ദെൻ തേർഡ് വരുന്നത് ദ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ ഈക്വൽ ആണെന്ന് പറയുന്നത് ആണോ, അല്ല അല്ലേ. 2 സൈഡാണ് ഈക്വൽ ആയിട്ടുള്ളത്. സോ അതും തെറ്റാണ്. ദെൻ ഫോർത്ത് വരുന്നത് ദ 3 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ലെസ് ദാൻ 90 ഡിഗ്രി. ഇതിൻ്റെ 3 ആംഗിൾസും 90 ഡിഗ്രിയേക്കാളും താഴെയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താ, കറക്റ്റ് ആണ് അല്ലേ. ഒന്ന് 40 ആണ്, ഒന്ന് 70 ആണ്, ഒന്ന് 70 ആണ്. ഓക്കെ, 90 ഡിഗ്രിയിൽ താഴെയാണ്. സോ ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സാണ് കറക്റ്റ് ആയിട്ടുള്ളത്, 2ാമത്തെയും 4ാമത്തെയും അല്ലേ. അപ്പോൾ ഇതിലേത് ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ, ഓപ്ഷൻ സി അല്ലേ. 2 and 4 ആർ കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് ആർ 90 സെൻറ്റിമീറ്റേഴ്സ്, 70 സെൻറ്റിമീറ്റേഴ്സ്, 50 സെൻറ്റിമീറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ
അകത്തെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെങ്ത്ത് 90 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 70 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ അല്ലേ. then അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ടാങ്ക്? ഈ ഒരു ടാങ്കിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലേ. വോളിയം എന്ന് വെച്ചാൽ എന്താ? വ്യാപ്തം അല്ലേ. സോ എങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എന്താണ്? വോളിയം എന്ന് പറയുമ്പോൾ L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് വോളിയം എത്രയാണെന്ന് കിട്ടും. സോ എത്രയാണ്? 19 ഇൻറ്റു 17 ഇൻറ്റു 50 അല്ലേ. അപ്പം ആൻസർ എത്ര വരും? 3,50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക. എന്ന് വെച്ചാൽ എത്രയാ? 3015 അല്ലേ. 315 ലിറ്റർ ആണ് ആൻസർ വരുന്നത്. ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദി ടാങ്ക്? ഇപ്പോൾ ആ ടാങ്കിൽ 189 ലിറ്റർ വെള്ളമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിലാകും വെള്ളം ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സോ ഇവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ഇവിടെ ടാങ്ക് ഹോൾഡ് ചെയ്യുന്ന വെള്ളം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 189 ലിറ്റർ. എന്ന് വെച്ചാൽ വാട്ടർ വോള്യം എന്ന് പറയുന്നത് വ്യാപ്തം എത്രയാണ്? 1,89,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി അല്ലേ. സോ വോളിയം എത്രയാണ്? 1,89,000 ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു 70. സോ ഇവിടെ സീറോസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ 3 സീറോയും കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ എത്രയാണ് ബാക്കിയില്ലേ? 1890 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 7 ആണ്. സോ 9 ഇൻറ്റു 7 ചെയ്യുമ്പോൾ 63 വരും അല്ലേ. അപ്പോൾ 1890 ഡിവൈഡഡ് ബൈ 63 നമ്മൾ ചെയ്യുക. ദെൻ നമുക്ക് എത്ര ആൻസർ കിട്ടും? 30 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദി ടാങ്ക് ഇഫ് ഇറ്റ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്? അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ഹൈറ്റും വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഡബിൾ ആവുകയാണ് അല്ലേ. 2 മടങ്ങാവുകയാണ്, ഇരട്ടി ആവുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ആണ് അതിൻ്റെ വോളിയത്തിൽ വരിക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഏതാ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആയി കഴിഞ്ഞാൽ വോളിയം എത്രയായിരിക്കും? വോളിയത്തിൽ എന്ത് ചേഞ്ച് വരും എന്നാ ചോദിക്കുന്നത് അല്ലേ. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ തന്നിരിക്കുന്ന പോലെ എല്ലാത്തിൻ്റെയും 2 മടങ്ങ് വെച്ച് ഗുണിക്കണം അല്ലേ. അപ്പോൾ 2L ഇൻറ്റു 2B ഇൻറ്റു 2H ആണ് വരിക. സോ ഇവിടെ 3 2 വരുന്നുണ്ട് അല്ലേ. 3 കൂടി ഗുണിക്കുമ്പോൾ എത്ര വരും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 അല്ലേ. അപ്പോൾ വോളിയം എത്ര മടങ്ങ് ഇൻക്രീസ് ചെയ്യും? യെസ്, 8 ടൈംസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. 8 മടങ്ങാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ദ വോളിയം ഈസ് ഡബിൾഡ്. വോളിയം ഡബിൾ ആകുമെന്നാണ് പറയുന്നത്. ഡബിൾ ആണ് ആകുന്നത്? അല്ല, 8 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ദെൻ ബി തന്നിരിക്കുന്നത് ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ദെൻ അതും തെറ്റാണ്. സോ സി വരുന്നത് ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 16 ടൈംസ് അല്ലേ. 16 ടൈംസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നുണ്ട്. അത് തെറ്റാണ്. ദെൻ ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്. 8 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഏതാ കറക്റ്റ്? നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 8 ടൈംസ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ദെൻ ക്വസ്റ്റ്യൻ 3 ഹാസ് 2 ക്വസ്റ്റ്യൻസ് 3A ആൻഡ് 3B ആൻസർ എനി വൺ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3Aയും Bയും ഉണ്ട് അല്ലേ. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാം. സോ നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ വരുന്നത് ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12/15? 12/15നെ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം ആക്കാനായിട്ട്, ഏറ്റവും ചെറുതാക്കി മാറ്റാനായിട്ട് അതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് ഇവിടെ 3 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം കിട്ടുന്നത്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. 12/15 അല്ലേ. രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 12 എന്നുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. ദെൻ 15 എന്നതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും അല്ലേ. ഇപ്പോൾ 4/5 ആണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് 16 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 6 പീപ്പിൾ the portion that each person gets is the same as if 8 cakes are divided equally among how many people? 16 കേക്ക് 6 ആളുകൾക്കിടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അത് 8 കേക്കിനെ എത്ര ആളുകൾക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 16 കേക്കിനെ 6 ആളുകൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
16 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം അല്ലെ. ഒരാൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 16 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. സോ അതിന് സെയിം ആയിട്ട് നമുക്ക് എങ്ങനെ 8 കേക്കിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ 16 ഡിവൈഡഡ് ബൈ 6ന് ഈക്വൽ ആയിട്ട് നമുക്ക് 8 ഡിവൈഡഡ് ബൈ എത്ര എന്ന് നമുക്ക് എഴുതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് അല്ലേ. സോ എങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്? 16 ഡിവൈഡഡ് ബൈ 6നെ നമ്മൾ എന്ത് എഴുതിയാൽ മതി? അതിൻ്റെ നേരെ ഷോർട്ട് ഫോം, ലോവസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതുന്നത് അല്ലേ. 16 ഡിവൈഡ് ബൈ 6നെ എങ്ങനെയാക്കി എഴുതാം? 16 8ആയി മാറുന്നുണ്ട്. then അതുപോലെ 6 എന്നുള്ളത് എന്താവും? 3ആയി മാറും അല്ലേ. സോ ആൻസർ 3 ആണ് വരുന്നത്. then C question വരുന്നത് 42 meters of cloth were brought for shirt of the uniform. It was cut equally to 24 students. How many meters of cloth did each student get? 42 മീറ്റർ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് അല്ലേ യൂണിഫോം ഷർട്ടിന് വേണ്ടിയിട്ട്. അതിനെ 24 സ്റ്റുഡൻസിനിടയിൽ ഈക്വൽ ആയിട്ട് വീതിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ തുണിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആണ് അല്ലേ. എങ്ങനെ ചെയ്യാം? 42 ഡിവൈഡഡ് ബൈ 24 ചെയ്താൽ മതി അല്ലേ. ആൻസർ എത്ര കിട്ടും? 1.75 മീറ്റർ ആണ് ഓരോ കുട്ടികൾക്കും കിട്ടുന്നത്. then D question വരുന്നത് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആർ ഗിവൺ ബിലോ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നൊക്കെ നോക്കാനാ തന്നിട്ടില്ലേ. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 2/3 ഈസ് ദ ലോവസ്റ്റ് ടേം ഓഫ് 24 ഡിവൈഡഡ് ബൈ 36. 24 ഡിവൈഡഡ് ബൈ 36ന്റെ ഏറ്റവും ലോവസ്റ്റ് ടേം ആണ് 2/3 എന്നാ പറയുന്നത് അല്ലേ. സോ അതെന്താണ്? യെസ് കറക്റ്റ് ആണ് അല്ലേ. 24/36 ചെയ്യുമ്പോൾ അതിന്റെ ലോവസ്റ്റ് ടേം തന്നെയാണ് 2/3 വരിക. then reason തന്നിരിക്കുന്നത് the greatest common factor of 24 and 36 is 12 and when the numerator and denominator is divided by 12 the result is 2/3. ഈ 24ന്റെയും 36ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 12 ആണ്. then ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് 2/3 കിട്ടുന്നത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താ കറക്റ്റ് ആണ് അല്ലേ. 25 ഡിവൈഡഡ് ബൈ 36ൽ 24നെയും 36നെയും നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ടേം ആയിട്ട് 2/3 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഏത് സെലക്ട് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ ബി ആണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റൈറ്റ് അല്ലേ. രണ്ടും ശരിയാണെന്ന് കൊടുക്കാം. 3ലാണ് ബി ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 1/5 ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ. സെയിം ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ 1/3ന്റെയും 1/5ന്റെയും വേറെ 2 ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് എത്രയൊക്കെ എഴുതാം? ഇവിടെ നമുക്ക് 5/15 എഴുതാം, അതുപോലെ 3/15 ഒക്കെ എഴുതാം അല്ലേ. 5/15 എങ്ങനെ കിട്ടുന്നത്? 1/3നെ നമ്മൾ മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ദെൻ അതുപോലെ 1/5നെ നമ്മൾ താഴെയും മുകളിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/15 കിട്ടും അല്ലേ. ദെൻ ഈ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ദെൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് will 21 divided by 27 be there in the different forms of 2/3? Why? 2/3ന്റെ ഡിഫറെൻറ്റ് ഫോംസിൽ 21 ഡിവൈഡ് ബൈ 27 വരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. വൈ എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ വരുമോ? ഇല്ല അല്ലേ. സോ നോ എന്നാണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് വരാത്തത്? ഇഫ് യു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് 2/3 by the same number you will not get 21 divided by 27 അല്ലേ. നമ്മൾ ഈ 2/3ന്റെ 2/3നെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് 21 divided by 27 കിട്ടത്തില്ല. അത് തന്നെയാണ് അതിൻ്റെ റീസൺ അല്ലേ. സി ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ റൈറ്റ് ആൻസർ വെൻ കോളംസ് എ ആൻഡ് ബി ആർ മാച്ച്ഡ്. എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യുക. ദെൻ താഴെ തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ. സോ ഫസ്റ്റ് നമുക്കിത് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് പി ആണ്. 1/3 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് അല്ലേ. 3നെ 4 ഈക്വൽ ആയിട്ടുള്ള ഭാഗങ്ങളാക്കി തിരിച്ചതിൽ 1 എന്ന് വെച്ചാൽ 3 ഡിവൈഡ് ബൈ 4 അല്ലേ. അപ്പോൾ Z ആണ്. ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 1/4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 4നെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 1. സോ അതേതാ വരാം? യെസ്, 4 ഡിവൈഡ് ബൈ 3 ആണ് വരെ അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് 2/1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 1നെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 ഭാഗം. സോ ഏതാ വരാ? 2 ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോ ഇതിലേത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? ഓപ്ഷൻ ബി. പി ഈക്വൽ Z, Q ഈക്വൽ X, R ഈക്വൽ Y അല്ലേ. അതാണ് കറക്റ്റ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 4 ഇവിടെയും ഓപ്ഷൻ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ എ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ് അല്ലേ. ദെൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ അടുത്ത 2 ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് പാറ്റേൺ ആ? 1/2 + 1/4 എന്ന് പറയുമ്പോൾ 3/4 ആണ്. ദെൻ 3/4 + 1/8 എന്ന് പറയുമ്പോൾ 7/8 ആണ്.
ദെൻ 7/8 പ്ലസ് 1/16 എന്ന് പറയുമ്പോൾ 15/16 ആണ് വരുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ലൈൻസ് എഴുതാനാണ്. സോ ഇങ്ങനെ എഴുതാം 15/16 പ്ലസ് 1/32 ഈക്വൽ 31/32 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ലൈന് 31/32 പ്ലസ് 1/64 ഈക്വൽ 63/64 എന്ന് എഴുതാം. അപ്പം നിങ്ങൾ പാറ്റേൺ ഒക്കെ തരുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള ലൈൻസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത് മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ. ഒരു ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും പാലുണ്ട്. ദർ ഈസ് 83/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. വലിയ പാത്രത്തിൽ 8.25 ലിറ്റർ എന്താ പാലുണ്ടെന്നാ പറയുന്നത്. ഇഫ് 1/4 liters of milk is poured from the large vessel to the small vessel, the quantity of milk in both vessels become the same. Then എന്താ പറയുന്നത്, ആ വലിയ പാത്രത്തിൽ നിന്ന് 1.25 ലിറ്റർ പാല് ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ രണ്ട് പാത്രത്തിലും സെയിം ലെവൽ പാലാണ് ഉണ്ടാവുക. Then what is the quantity of the milk in the small vessel in the beginning? അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ അല്ലേ ആ 1.25 ലിറ്റർ പാല് ഒഴിക്കുന്നതിന് മുന്നേ എത്ര ലിറ്റർ പാലാണ് ആ ചെറിയ പാത്രത്തിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 8.25 ലിറ്റർ പാലിൽ നിന്ന് 1.25 ലിറ്റർ മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോഴാണ് രണ്ടിലും സെയിം ആയിട്ടുള്ളത് അല്ലേ. സോ സെയിം ആയിട്ടുള്ള അളവ് എത്രയാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി, ഈ 8.25 നിന്ന് എത്രയാ 1.25 മറ്റേലേക്ക് ഒഴിച്ചിട്ടുള്ളത് അല്ലേ. സോ അപ്പോൾ അതിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ എന്ത് ചെയ്യാം, 8/3 മൈനസ് 1/4 ചെയ്യാം. സോ എത്ര ആൻസർ വരാം, 7/1/2 അല്ലേ. 7 ലിറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. അപ്പൊ രണ്ടിലും സെയിം ആയിട്ട് നിൽക്കുന്ന അളവെന്ന് പറയുന്നത് 7.5 സോ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ 1.25 ഒഴിക്കുന്നതിന് മുന്നേ ആ ചെറിയ പാത്രത്തിലുള്ള പാലിന്റെ അളവാ കണ്ടുപിടിക്കേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും, ഈ 7.5 നിന്ന് 7/1/2 നിന്ന് 1/1/4 മൈനസ് ചെയ്താൽ മതി. സോ എത്ര ആൻസർ കിട്ടും, 6/1/4 ആണ് ആൻസർ ആയിട്ട് വരിക. സി ക്വസ്റ്റ്യൻ വരുന്നത് ദ സം ഓഫ് ദ ഫ്രാക്ഷൻസ് ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി ഇഫ് ദേ ആർ മാച്ച്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ആൻസർ എന്നാ ചോദിക്കുന്നത് അല്ലേ. താഴെ എ കോളം ബി കോളം തന്നിട്ടുണ്ട്. ദെൻ അത് തമ്മിൽ മാച്ച് ചെയ്തിട്ട് താഴെയുള്ളതിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ എയും ബിയും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. എന്താണ് 1/2 പ്ലസ് 1/3 ആണ് അല്ലേ. 1/2 പ്ലസ് 1/3 എത്ര ആൻസർ കിട്ടാം, നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും, 1/2 പ്ലസ് 1/3 എന്ന് എഴുതുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിലാണ് നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. സോ നമ്മളത് സെയിം ആക്കണം. സോ ഇവിടെ തന്നിരിക്കുന്ന പോലെ നമ്മൾ ചെയ്യുക അല്ലേ. 1/2നെ 3 കൊണ്ട് ചെയ്യുക, ദെൻ 1/3നെ 2 കൊണ്ടും ചെയ്യുക. സോ നമുക്ക് എത്ര ആൻസർ വരിക, 3/6 പ്ലസ് 2/6 5/6 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. എമ്മിന് മാച്ച് ആയിട്ട് വരുന്നത് അതിന് നേരെയുള്ള ടി തന്നെയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എൻ വരുന്നത് 1/3 പ്ലസ് 1/5 ആണ്. സോ ഇത് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സോ 1/3നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1/5നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എത്ര ആൻസർ കിട്ടും, 5/15 പ്ലസ് 3/15 വരും അല്ലേ. അപ്പോൾ 8/15 ആണ് ആൻസർ വരുന്നത്. സോ എന്നിന് മാച്ച് ആയിട്ടുള്ളത് വി ആണ് വരുന്നത്. ദെൻ പി വരുന്നത് 1/3 പ്ലസ് 1/4 ആണ്. ഇത് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാം. സോ 1/3നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1/4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൻസർ എത്ര വരും, 7/. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ്. M = T, N = V, P = U. ഇനി ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് എ വെസൽ കണ്ടെയ്ൻസ് 5 ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലുണ്ട്. One part of the milk is taken by Hari when it is divided into 6 equal parts and one part of milk is taken by Sudha when it is divided into 3 equal parts. Then അതിലെ ആ പാലിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം ഹരി എടുത്തു, അതുപോലെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം സുധയും എടുത്തിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഹരി ടേക്ക്? ഹരി എടുത്തത് എത്ര ലിറ്റർ പാലാന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഹരി എത്ര എടുത്തു എന്നാ ഇവിടെ പറയുന്നത്, 5 ലിറ്റർ പാലിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം അല്ലേ. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5/6 ലിറ്റർ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഡിഡ് സുധ ടേക്ക്? സുധ എത്രയാണ് എടുത്തിട്ടില്ല എന്നാ ചോദിക്കുന്നത്. സോ അതും എങ്ങനെയാണ്, 5 ലിറ്ററിൽ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗമാണ്. സോ 5/3 ലിറ്റർ എന്ന് എഴുതാം. ദെൻ സി വരുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗദർ? അവർ രണ്ടുപേരും കൂടി ടോട്ടൽ എത്ര പാലെടുത്തു എന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. 5/6 പ്ലസ് 5/3 ചെയ്യുക. സോ എത്ര കിട്ടും, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടില്ലേ. സോ ആൻസർ എത്ര വരിക, 15/6 ആണ് ഇവിടെ ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാ ചോദിക്കുന്നത് അല്ലേ.
സോ എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്? തന്നിരിക്കുന്നത് 1 part of 10 divided by 6 is 6/10. 10നെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗമാണ് 6/10 എന്നാ പറയുന്നത്. ആണോ? അല്ല അല്ലെ, തെറ്റാണ് തന്നിട്ടുള്ളത്. then ബി തന്നിരിക്കുന്നത് when 6 is divided into 10 equal parts, 1 part is more than 1. 6നെ 10 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടുതലാന്നാ പറയുന്നത്. 6നെ 10 ഈക്വൽ പാർട്സ് ആക്കാന്നാ പറയുന്നത് അല്ലേ. സോ അതിൽ ഒരു ഭാഗം ഒന്നിനേക്കാൾ കൂടുതലാവോ? അല്ല അല്ലേ, കുറവായിരിക്കും വരാം. then നെക്സ്റ്റ് വരുന്നത് സി 1 part of 10 divided by 6 and 1 part of 5 divided by 3 is the same എന്നാ പറയുന്നത് അല്ലേ. 10നെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗവും 5നെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണെന്നാ പറയുന്നത് അല്ലേ. സോ അതെന്താണ്? സെയിം ആണ് അല്ലേ. 10 divided by 6 എന്ന് പറഞ്ഞാലും 5 divided by 3 എന്ന് പറഞ്ഞാലും എന്താ? സെയിം ആണ് അല്ലേ. അതിൻ്റെ ലോവസ്റ്റ് ഫോം ആണ് 5 divided by 3 വരുന്നത്. സോ അത് കറക്റ്റ് ആണ്. ദെൻ ഡി വരുന്നത് 10 divided by 6 ഈസ് ലെസ് ദാൻ 1. 10 divided by 6 എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കുറവാണെന്ന് പറയുന്നത്. അതും എന്താണ്? തെറ്റാണ്. സോ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡ്രോ ദ ഗിവൺ പാറ്റേൺ. ഈ തന്നിരിക്കുന്ന പാറ്റേൺ വരയ്ക്കാനാ പറയുന്നത്. ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ അല്ലേ. നന്നായി ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അവ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുള്ളിൽ ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റാറിനൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് ദ ഫിഗർ ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്ടാങ്കിൾ. വൈ? ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫിഗർ അല്ലേ, ആ ഒരു ചിത്രം എന്ന് പറയുന്നത് റെക്ടാങ്കിൾ അല്ല അല്ലേ, ഒരു ചതുരല്ല. കാരണം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് 4 സൈഡ്സ്. 4 സൈഡ്സ് ഉണ്ടല്ലോ അതിന്, അതുകൊണ്ടാണോ റെക്ടാങ്കിൾ അല്ലാത്തത്? അല്ല, ഇതിന് 4 സൈഡ്സ് ഉണ്ട്, അത് ശരിയാണ്. ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉണ്ട്. ദെൻ ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അതെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ, ഇതിൻ്റെ എതിർവശങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ അല്ല. ദെൻ ദെയർ 2 ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. 2 കോണുകൾ മട്ട കോണുകളാണ്. സോ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു റെക്ടാങ്കിൾ അല്ല. ദെൻ 6th ക്വസ്റ്റ്യൻ വരുന്നത് the area of a rectangle is 96 square centimeters. The volume of a rectangular box having the same length and width is 96 cubic centimeters. What is the height of the box? ഒരു റെക്ടാങ്കിളിൻ്റെ, ഒരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 96 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ദെൻ ഇതേ ലെങ്ത്തും വിഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ എന്താ വോള്യം, വ്യാപ്തം എന്ന് പറയുന്നത് 96 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോക്സിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആദ്യം ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? L into B ആണ് അല്ലേ. L into B എത്രയാണ്? 96 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും 96 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വോള്യം, ഇവിടെ വോള്യം തന്നിട്ടുണ്ട് അല്ലേ. വോള്യം എന്ന് പറയുമ്പോൾ L into B into H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വോള്യം 96 തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ L into Bയും എത്രയാണ്? 96 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ H എത്രയായിരിക്കും? 96നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ 96 വോള്യം 96 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. സോ 96 into 1 ചെയ്താൽ പോരെ അല്ലേ. സോ ഹൈറ്റ് എത്രയാ? 1 ആണ് വരിക. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് there is 2,50,000 liters of water in a rectangular swimming pool. ഒരു റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂളിൽ 2,50,000 ലിറ്റർ വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് 2 meters ഡെപ്ത് ആൻഡ് 10 meters വിഡ്ത്ത്. അതിൻ്റെ ഡെപ്തും വിഡ്ത്തും ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇഫ് ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി പോണ്ട്? ആ ഒരു പോണ്ടിൽ പകുതി വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, പകുതിയാണ് വെള്ളം ഉള്ളതെങ്കിൽ അത് ആ ഒരു പോണ്ടിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു എത്ര വെള്ളം ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വോളിയാണ് തന്നിട്ടുള്ളത് അല്ലേ. എത്ര? 2,50,000. സോ ലിറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 250 മീറ്റർ ക്യൂബാണ് വരുന്നത് അല്ലേ. സോ അതെന്താ? വോള്യമാണ് അല്ലേ. ദെൻ അതിൻ്റെ എത്രയാ ഡെപ്ത് വരുന്നത്? 2 meter ആണ് അല്ലേ. സോ 2 meter എന്ന് പറയുമ്പോൾ ഫുൾ വെള്ളം ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു അളവാണ്. സോ നമുക്കിവിടെ കാണേണ്ടത് ഹാഫിൻ്റെ ആണ് അല്ലേ. അപ്പോൾ 2 എന്നതിന് 1 എന്ന് എടുക്കുക. എന്നിട്ട് എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? യെസ്, ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വോള്യം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? L into B ചെയ്യുക അല്ലേ. അപ്പോൾ L into B എത്രയാണ്? 1 into 10 ആണ് വരുന്നത് അല്ലേ. സോ എത്ര ചെയ്യുമ്പോൾ എത്ര ആൻസർ നമുക്ക് കിട്ടുന്നത്? 25 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 25 ആണ്.
ദെൻ സി ക്വസ്റ്റ്യൻ വരുന്നത് സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. കൃഷിയുടെ ആവശ്യത്തിനായിട്ട് അതിൽ നിന്നുള്ള കുറച്ച് വെള്ളം യൂസ് ചെയ്തു. നൗ ദി വാട്ടർ ഇൻ ദി പോണ്ട് ഈസ് 40 സെന്റിമീറ്റർ ഹൈ. ഇപ്പൊ ആ പോണ്ടിലുള്ള വെള്ളം എന്ന് പറയുന്നത് എന്താണ് 40 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. Then which of the following is the calculation for finding the volume of the water in the pond? ഇപ്പോൾ ആ കുളത്തിലുള്ള വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഈ താഴെയുള്ളതിൽ ഏത് കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 2500 ഇൻറ്റു 1000 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 1000 ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.